നമസ്കാരം. കടമറ്റത്ത് കത്തനാർ എന്ന പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. പള്ളികളിൽ കുരിശു വരയ്ക്കുന്നതിനൊപ്പം തന്നെ ശത്രുക്കളെയും ദുഷ്ടശക്തികളെയും തളയ്ക്കാൻ മന്ത്രവാദ വിദ്യകൾ ഉപയോഗിച്ചിരുന്ന ആ നിഗൂഢ വ്യക്തിത്വം ഇന്നും ഒരു സമസ്യയാണ്. കത്തനാരുടെ അത്ഭുത പ്രവർത്തികൾ ഏറ്റവും ഭീകരവും ഇന്നും വിശ്വസിക്കാൻ പ്രയാസമുള്ളതുമായ ഒന്നാണ് കായംകുളം യക്ഷിയെ തളച്ച കഥ. കായംകുളത്തെ ആ പഴയ പാലമരത്തിൽ ഇന്നും ആ യക്ഷി ആണിയടിക്കപ്പെട്ട അവസ്ഥയിലുണ്ടോ? അർദ്ധരാത്രികളിൽ ആ മരത്തിന് സമീപം ഇന്നും കേൾക്കുന്ന വിചിത്രമായ ശബ്ദങ്ങൾക്ക് പിന്നിലെ ആത്മീയ സത്യം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ആരാണ് കടമറ്റത്ത് കത്തനാർ? 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കത്തനാർ വെറുമൊരു പുരോഹിതനായിരുന്നില്ല. അദ്ദേഹം സിദ്ധന്മാരിൽ നിന്ന് നേരിട്ട് ആത്മീയ വിദ്യകൾ അഭ്യസിച്ച വ്യക്തിയായിരുന്നു. മലയരന്മാരുടെ ഇടയിൽ ജീവിച്ച് അദ്ദേഹം സ്വായത്തമാക്കിയ അദൃശ്യ വിദ്യകൾ പിൽക്കാലത്ത് ദുഷ്ടശക്തികളെ അടിച്ചമർത്താൻ അദ്ദേഹം ഉപയോഗിച്ചു. കത്തനാർ ഉപയോഗിച്ചിരുന്നത് വെറുമൊരു മന്ത്രവാദമായിരുന്നില്ല. ശബ്ദ തരംഗങ്ങളെയും പ്രപഞ്ചത്തിലെ ഊർജങ്ങളെയും തളച്ചിടാൻ കഴിയുന്ന ഉന്നതമായൊരു തന്ത്രവിദ്യയായിരുന്നു. കായംകുളം ദേശത്തെ ആകെ വിറപ്പിച്ചിരുന്ന ഒരു യക്ഷിയുണ്ടായിരുന്നു. സുന്ദരിയുടെ വേഷം കെട്ടി വഴിയാത്രക്കാരെ വഴിതെറ്റിക്കുകയും പിന്നീട് അവരുടെ രക്തം കുടിക്കുകയും ചെയ്തിരുന്ന ആ രൂപം പ്രകൃതിയിലെ ഒരു നെഗറ്റീവ് എനർജിയുടെ മൂർത്തിഭാവമായിരുന്നു. ആർക്കും കീഴടങ്ങാത്ത ആ യക്ഷിയെ കത്തനാർ നേരിട്ടത് തന്റെ ആത്മീയ കരുത്ത് ഉപയോഗിച്ചാണ്. കത്തനാർ ആ യക്ഷിയെ ഒരു പാലമരത്തിന്റെ ചുവട്ടിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നു. യക്ഷിയെ ആ മരത്തിൽ ആണിയടിക്കുക എന്നതായിരുന്നു കത്തനാർ ചെയ്ത വിദ്യ. ആത്മീയമായി ചിന്തിച്ച ഇത് വെറും ഒരു ഇരുമ്പ് ആണിയല്ല. പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു അദൃശ്യ ശക്തിയെ തളച്ചിടാൻ ഉപയോഗിക്കുന്ന എനർജി ലോക്കിംഗ് പ്രക്രിയയാണിത്. ഒരു പ്രത്യേക മന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ മരത്തിൽ ആണിയടിച്ചതോടെ ആ യക്ഷിക്ക് ആ മരം വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ആ പാലമരം ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. ഇന്നും ആ യക്ഷി അവിടെ ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ആണിയടിച്ച യക്ഷി ഇന്നും അവിടെ ഉണ്ടോ? ആത്മീയ ശാസ്ത്രപ്രകാരം ആവാഹിക്കപ്പെട്ട ഒരു ശക്തി അത് ആവാഹിച്ച ആൾ തന്നെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ഉന്നതനായ സിദ്ധൻ വന്ന് ആ ബന്ധനം അഴിക്കണം. കത്തനാർക്ക് ശേഷം അത്തരം ഒരു സിദ്ധൻ അവിടെ വന്നിട്ടില്ലാത്തതിനാൽ ആ യക്ഷിയുടെ ചൈതന്യം ഇന്നും ആ മരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ആളുകൾ വിശ്വസിക്കപ്പെടുന്നു. യക്ഷികളെ തളയ്ക്കാൻ പാലമരം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഒരു ആത്മീയ ശാസ്ത്രമുണ്ട്. പാലമരം എന്നറിയപ്പെടുന്ന ഈ വൃക്ഷത്തിന് ആത്മീയ ഊർജത്തെ ആഗിരണം ചെയ്യാനുള്ള വലിയ ശേഷിയുണ്ട്. പാലമരത്തിന്റെ കറയും അതിന്റെ ഗന്ധവും അദൃശ്യ രൂപങ്ങളെ ആകർഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പണ്ടുകാലം മുതലേ യക്ഷിക്കാവുകളിലും മന്ത്രവാദ കർമ്മങ്ങളിലും പാലമരത്തിന് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചത്. കത്തനാർ ഈ മരത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് യക്ഷി അവിടെ തളച്ചത്. ഇന്ന് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്ന കാര്യങ്ങളെയാണ് അന്ന് കത്തനാർ തന്റെ മന്ത്രവിധിയിലൂടെ കൈകാര്യം ചെയ്തത്. ഒരാളുടെ മനസ്സിലെ ഭയത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നെഗറ്റീവ് ഊർജത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കത്തനാർക്ക് കഴിഞ്ഞിരുന്നു. കത്തനാർ ആണിയടിച്ച ആ മരം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.